മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കൈക്കുഞ്ഞുങ്ങളെയും ബാലികാബാലന്മാരെയും യുവജനങ്ങളെയും ദമ്പതികളെയും ഏകസ്ഥരെയും പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും അപ്പസ്തോലന്മാരെയും പ്രാർത്ഥനാ സമൂഹങ്ങളെയും മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. മകളെ, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവർ നരകം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവരാകട്ടെ നിത്യജീവന്റെ അവകാശികളായിത്തീരും. ഇന്ന് മനോഹരമായിരിക്കുന്ന ഒരു തിരുലിഖിത ഭാഗമാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മകളെ, വിശുദ്ധമായ ജീവിതം കൊതിക്കുന്നവർ, ഉന്നതമായ ജീവിതം ആഗ്രഹിക്കുന്നവർ, നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. വിശുദ്ധവും ഉന്നതവുമായ തീരുമാനങ്ങൾ എടുക്കുന്നവരെ അവിടെ ജീവിതത്തിന് പ്രത്യേകമായൊരു നിറമുണ്ടാകും. സ്നേഹത്തിൻ്റെ നിറമുണ്ടാകും, വിശുദ്ധിയുടെ നിറമുണ്ടാകും, വിശ്വാസത്തിൻ്റെ നിറമുണ്ടാകും. അതാണ് മറിയം തിരഞ്ഞെടുത്ത ആ നല്ല ഭാഗം. ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി തീർക്കുന്നതാണ് നല്ല തീരുമാനം. ആസക്തി നിറഞ്ഞ ഒരു ജീവിതത്തെ അഭിഷേകമുള്ളവരാക്കി തീർക്കുന്നതാണ് നല്ലതായൊരു തീരുമാനം. ധീരത്വമുള്ള മക്കളെ ധീരമതികളാക്കി തീർക്കുന്ന തീരുമാനമാണ് നല്ല തീരുമാനം എന്ന് പറയുന്നത്. തകർച്ചകളിൽ അകപ്പെട്ടവരെ ഉയർച്ചയിലേക്ക് ഉയർത്തുന്നതാണ് നല്ല തീരുമാനം എന്ന് പറയുന്നത്. മക്കളെ, ഉറച്ച തീരുമാനങ്ങൾ, ഉന്നതമായ തീരുമാനങ്ങൾ, അനശ്വരമായ തീരുമാനങ്ങൾ, ദൈവത്തിന് പ്രിയപ്പെട്ട തീരുമാനങ്ങൾ, പ്രയോജനമുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകട്ടെ. ഏത് ജീവിതാവസ്ഥയിലും നല്ല തിരഞ്ഞെടുപ്പും നല്ല തീരുമാനങ്ങളും കർത്താവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന രോഗികളായ മക്കളെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ദുഃഖത്തിലോ മറ്റേതെങ്കിലും പ്രയാസത്തിലോ കഴിഞ്ഞുകൂടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് തകർന്നു പോയവർ, ഇനി രക്ഷയില്ലാന്ന് വിധി എഴുതിയവർ, ഇവരെയൊക്കെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മകളെ, നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയും വിദേശ യാത്ര മുടങ്ങിപ്പോയവർക്ക് വേണ്ടിയും പഠനത്തിൽ വിഷമം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി കാഴ്ചവെക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.